മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം വട്ടം ഭരിക്കുന്നു. അപ്പോൾ ആ ഭരണത്തെ വേണം, ഭരണത്തിലിരിക്കുന്ന CPM-നെ വേണം തോൽപ്പിക്കാൻ. അതത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ട് സുധാകരനെ മാറ്റുക, സംഘടനയുടെ തലപ്പത്ത് ഇടയ്ക്ക് മധ്യഭാഗത്ത് എന്ന് വെച്ചാൽ ജില്ലകളിൽ ഒക്കെയും മാറ്റം വരുത്തുക, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഏറെക്കുറെ ഒരു പുനഃസംഘടന, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പ്രസിഡന്റിനെ മാറ്റാൻ പറ്റിയില്ല. ശരിക്കും ശരത്തെ അവർക്കറിയാം, സുധാകരനെ വെച്ചും കൊണ്ട് ഇത്ര ദുർബലമായ ഒരു സംഘടനയെ മുന്നിൽ നിർത്തി ഒരു മുന്നണിയെ അടുത്ത ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന ഭരണകക്ഷിയെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നവർക്കറിയാം. അതുകൊണ്ട് ഒരു മാർഗമായിട്ടാണ് ഈ കാര്യം കണക്കാക്കിയത്. സുധാകരനെ മാറ്റുക എന്നുള്ള കാര്യം സാധ്യമായി. തീർച്ചയായിട്ടും ദീപാദാസ് മുനിഷിയുടെ റിപ്പോർട്ടിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് എത്ര കണ്ട് ഫലപ്രദമായിട്ട്, അതാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഹൈക്കമാൻഡിൻ്റെ ഒരു പിടിപ്പുകേട്. ഇതുപോലെ ഒരു പിടിപ്പുകെട്ട ഒരവസ്ഥ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുണ്ടാകാനില്ല.